ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസോൾവബിലിറ്റി ഓഫ് ദി ക്വിൻറ്റിക്. ഇൻസോൾവബിലിറ്റി ഓഫ് ദി ക്വിൻറ്റിക്. ക്വിൻറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഫിഫ്ത്ത് ഡിഗ്രി പോളിനോമിയൽ. ഫിഫ്ത്ത് ഡിഗ്രി പോളിനോമിയലാണ് നമ്മൾ ക്വിൻറ്റിക് എന്ന് പറയാറ്. അപ്പോൾ എന്താണ് ഈ ഇൻസോൾവബിലിറ്റി ഓഫ് ദി ക്വിൻറ്റിക് കൊണ്ട് ഉദ്ദേശിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു റാഡിക്കൽ ഫോർമുല ഉണ്ട് അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c = 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഫോർമുല തന്നെയുണ്ട്. അതിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തായിരുന്നു അത്? -b ± √b² - 4ac/2a എന്നുള്ളൊരു റാഡിക്കൽ ഫോർമുല അതിനുണ്ട്. പക്ഷേ അതുപോലെ നമുക്കൊരു തേർഡ് ഡിഗ്രി ഇക്വേഷനും സോൾവ് ചെയ്യാം. അതിനും വ്യക്തമായ മെത്തേഡുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫോർത്ത് ഡിഗ്രി ഇക്വേഷനും സോൾവ് ചെയ്യാം. ഫിഫ്ത്ത് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഫോർമുലയൊന്നും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇൻസോൾവബിലിറ്റി ഓഫ് ദി ക്വിൻറ്റിക് എന്ന് പറഞ്ഞ ഫിഫ്ത്ത് ഡിഗ്രി ഇക്വേഷൻ. കിട്ടിയോ? അപ്പോൾ ഇതിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യം നമുക്ക് കുറച്ച് പുതിയ ടേംസ് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അതിലാദ്യം വരുന്നൊരു ടേമാണ് എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ്. extension of a field, extension of a field, ക്യാപിറ്റൽ F. സാധാരണ ഫീൽഡ് നമ്മൾ ക്യാപിറ്റൽ F വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്, ബൈ റാഡിക്കൽസ്. റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, റൂട്ട് അങ്ങനെ വരുന്ന ഫോം. അപ്പോൾ എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് F ബൈ റാഡിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ആദ്യം നമ്മൾ നോക്കണം. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്നതിന് മുൻപ് ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ പറയാം. ഇപ്പം Q ഓഫ് √2. Q ഒരു സബ് ഫീൽഡാണ് Q ഓഫ് √2ൻ്റെ അല്ലേ. അതായത് Q ഓഫ് √2 ഈസ് ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് Q. ഇവിടെ നമ്മൾ ക്യൂവിനോട് കൂടെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള എലമെന്റ് ആരാണ്? √2 അല്ലേ. ഈ √2ൻ്റെ പ്രത്യേകത എന്താ? √2² എടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്നത്? 2 ആണ്, ബിലോങ്സ് ടു Q. സോ വി ക്യാൻ ഫൈൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ 2 such that √2² belongs to Q. So here we can consider Q of √2 as an extension of Q by radicals. Okay, so general case പറയുകയാണെങ്കിൽ K എന്ന് പറയുന്ന ആള് എക്സ്റ്റൻഷൻ ഓഫ് F ആണെന്ന് വിചാരിക്കുക. K എന്ന് പറയുന്ന ഫീൽഡ്. ഈ കെയെ നമ്മൾക്ക് എക്സ്റ്റൻഷൻ ഓഫ് F ബൈ റാഡിക്കൽസ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? നമ്മൾക്ക് ഇങ്ങനെയുള്ള √2 പോലെയുള്ള, അതായത് α1, α2 എക്സെട്ര αn കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് കെയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? F ഓഫ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതാൻ പറ്റണം അല്ലേ. ആൻഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് n1, n2 എക്സെട്ര, ഇവിടെ 2 പറഞ്ഞില്ലേ. സച്ച് ദാറ്റ് α1 റേസ് ടു n1 ബിലോങ്സ് ടു F ആയിരിക്കണം. കിട്ടിയോ? അതുപോലെ നമ്മൾ എന്താ പറയുന്നത്? α2 റേസ് ടു n2 ആണ് എടുക്കുന്നതെങ്കിൽ ബിലോങ്സ് ടു രണ്ടാമത്തെ ആള്. α2 റേസ് ടു n2 ബിലോങ്സ് ടു, അപ്പോൾ ഇവിടെ തൊട്ട് മുൻപിലുള്ള ആളെ ചേർക്കാം, F ഓഫ് α1. കിട്ടിയോ? α3 റേസ് ടു സംതിങ് n3 ബിലോങ്സ് ടു F ഓഫ് α1. α3 അല്ലേ, α2. കിട്ടിയോ? അപ്പം ഇങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് K ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് F ബൈ റാഡിക്കൽസ്. ഞാനിവിടെ പറഞ്ഞ പോലെ. കിട്ടിയോ? ഇനി നമുക്കൊരു പോളിനോമിയൽ എപ്പോഴാണ് സോൾവബിൾ ബൈ റാഡിക്കൽസ് ഓവർ
എഫ് എന്ന് പറയുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ പോളിനോമിയൽ എപ്പോഴാണ് സോൾവബിൾ ബൈ റാഡിക്കൽസ് ഓവർ എഫ് എന്ന് പറയുക? സോൾവബിൾ ഗ്രൂപ്പൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോൾവബിൾ ബൈ റാഡിക്കൽസ് ഓവർ എഫ് എപ്പോഴാണ് പറയുക എന്നുള്ളതാണ്. ഒരു പോളിനോമിയൽ സോൾവബിൾ ബൈ റാഡിക്കൽസ് ഓവർ എഫ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം? അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ്, ആ പോളിനോമിയലിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ഓഫ് എക്സിലെ പോളിനോമിയൽ ആണല്ലോ. അപ്പോൾ ആ പോളിനോമിയലിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ്. സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ആൻഡ് ഓൾ ദി സീറോസ് ഓഫ് ദാറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദിസ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഓവർ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത് contained in an extension of f by radicals. Contained in an extension of f by radicals. അല്ലെങ്കിൽ ആ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ബൈ റാഡിക്കൽസ് ആയാൽ മതി. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, എക്സ് സ്ക്വയർ മൈനസ് 2 ഈ പോളിനോമിയൽ സോൾവബിൾ ബൈ റാഡിക്കൽസ് ഓവർ എഫ് ആണോ? അല്ല ഓവർ ക്യൂ ആണോ? ഓവർ ഇത് സോൾവബിൾ ബൈ റാഡിക്കൽസ് ഓവർ ക്യൂ ആവണമെങ്കിൽ ഇതിന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്താ വരുന്നത് ഇവിടെ? ക്യൂ ഓഫ് അല്ലേ? ഇത് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ ബൈ റാഡിക്കൽസ് അല്ലേ? സോ ദിസ് ഇസ് സോൾവബിൾ ബൈ റാഡിക്കൽസ് ഓവർ ക്യൂ. കിട്ടിയോ? ഇതുപോലെ നമുക്ക് ഓരോന്നും കൺസിഡർ ചെയ്യാം. അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പ്രായലേക്കകത്ത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എക്സ് റേസ് ടു 5 മൈനസ് 1 എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാം അല്ലേ? അപ്പോളിനോമിയൽ ഇക്വേഷൻ എന്താ വരുന്നത്? എക്സ് റേസ് ടു 5 മൈനസ് 1 ഈക്വൽ ടു 0. അതായത് എക്സ് റേസ് ടു 5 ഈക്വൽ ടു 1. ഫിഫ്ത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി അല്ലേ? ഫിഫ്ത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി. അപ്പോൾ nth റൂട്ട്സ് ഓഫ് യൂണിറ്റികളുടെ കളക്ഷൻ എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ എന്നറിയാം. അതിൽ ഒരു ജനറേറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? അതിൻ്റെ കോസ് 2k pi by n പ്ലസ് i sin 2k pi by n അല്ലേ? k എന്ന് പറയുന്നത് 0 1 2 3 4 വരെ പോകും. 5 ആളുകളല്ലേ ഉണ്ടാവുക? 5 സൊല്യൂഷൻ അല്ലേ? 5 റൂട്ട്സ് അല്ലേ ഉണ്ടാവുക അല്ലേ? അപ്പം അതിലൊരു ജനറേറ്റർ എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു പറഞ്ഞു. വിത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റുകളുടെ കളക്ഷൻ, nth റൂട്ട്സ് ഓഫ് യൂണിറ്റുകളുടെ കളക്ഷൻ സൈക്ലിക് ഗ്രൂപ്പ് ഫോം ചെയ്യും. അതിൻ്റെ ജനറേറ്റേഴ്സിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്നൊക്കെ പറയാന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ k ഈസ് ഈക്വൽ ടു 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? k ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? k ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ cos 0 പ്ലസ് i sin 0. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? 1. ഇനി അടുത്ത് k ഈസ് ഈക്വൽ ടു 1 കൊടുക്കുക. k ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ജനറേറ്റർ കിട്ടും. k ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ആരുടെ ജനറേറ്റർ? ആ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ. അതായത് ഫിഫ്ത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റുകളുടെ കളക്ഷൻ എടുക്കുന്ന സമയത്തിൽ ഫിഫ്ത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റുകൾ ആരൊക്കെയാണ്? ഇവിടെ കേക്ക് 0 കൊടുക്കുമ്പോൾ ഒരു ഫിഫ്ത്ത് റൂട്ട് ഓഫ് യൂണിറ്റ് കിട്ടും, 1 കൊടുക്കുമ്പോൾ കിട്ടും, 2 കൊടുക്കുമ്പോൾ 3 കൊടുക്കുമ്പോൾ 4 കൊടുക്കുമ്പോൾ ഒക്കെ കിട്ടും അല്ലേ? അപ്പോൾ അതിന് എത്ര ജനറേറ്റേഴ്സ് ഉണ്ട്? 4 ജനറേറ്റേഴ്സ് ഉണ്ട് അല്ലേ? അതിൽ ഒരു ജനറേറ്റർ 5 ഓർഡർ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ 5 ഓർഡറുള്ള ഗ്രൂപ്പിന് എത്ര ജനറേറ്റേഴ്സ് ഉണ്ടാവും? സൈക്ലിക് ഗ്രൂപ്പിന് 4 ജനറേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ 1 2 3 കൊടുക്കുമ്പോൾ 3 4 കൊടുക്കുമ്പോൾ കിട്ടുന്നതെല്ലാം ജനറേറ്റേഴ്സാണ്. അല്ല സാധാരണ രീതിയിൽ nth റൂട്ട് ഓഫ് യൂണിറ്റുകളുടെ കളക്ഷൻ ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. അവിടെ cos 2k pi by n പ്ലസ് i sin 2k pi by n അതാണല്ലോ. k ഈസ് ഈക്വൽ ടു 0 1 2 3 അപ് ടു n മൈനസ് 1. ഇവിടെ 5 ആകുമ്പോൾ ഇവിടെ 4 വരെ. അപ്പോൾ n ആകുമ്പോൾ n മൈനസ് 1 വരെ. അതിൽ kക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് ഏത് കേസായാലും kക്ക് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഒരു ജനറേറ്റർ കിട്ടും ആ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ. കിട്ടിയോ?
ബാക്കിയുള്ള ജനറേറ്റേഴ്സ് എല്ലാം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഒരു ജനറേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ജനറേറ്റേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ x⁵5 - 1 എന്ന് പറയുന്ന സോൾവബിൾ ബൈ റാഡിക്കൽസ് ഓവർ എഫ് ആണ്. എഫ് എന്ന് പറയുമ്പോൾ ഇവിടെ എടുക്കുന്നത് ക്യൂ. ഈ പോളിനോമിയൽ സോൾവബിൾ ബൈ റാഡിക്കൽസ് ഓവർ ക്യൂ ആണ്. കിട്ടിയോ? എന്തുകൊണ്ടാണ്? ഇതിന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്താ വരുന്നത്? അപ്പം ഞാൻ ഇതിന്റെ ജനറേറ്റർ k = 1 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുക cos 2π/5 പ്ലസ് ആ ഒരു വാല്യൂവിനെ ഞാൻ സീറ്റ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ജനറേറ്റർ ആണെന്ന് പറഞ്ഞില്ലേ, ഫിഫ്ത്ത് റൂട്ട് ഓഫ് യൂണിറ്റുകളുടെ കളക്ഷന് ഒരു ജനറേറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതിന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? It is the smallest field containing Q and all the zeros of this polynomial. Here the 5 zeros of this polynomial are എന്താ വരുന്നത്? Some power of theta. So what is the splitting field of x⁵5 - 1 over Q? It is clearly Q of theta. Okay, so what about this field? This is an extension field of Q. What about the splitting field of this polynomial? This is an extension of Q by radicals. അല്ലേ? θ⁵5 എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? അല്ലേ? We can find a positive integer 5 such that we can find a positive integer n. n-ന് പകരം ഇവിടെ 5 such that θ⁵n belongs to Q. θ⁵n എന്താ? 1 belongs to Q. So this is an extension of Q by radicals. Okay. So the splitting field of this polynomial is Q of theta, and the splitting field is an extension of Q by radicals. So this polynomial is solvable by radicals over Q. Okay. Now suppose we change, we take, instead of 1 here we take 2. What will happen to our extension field? Okay, so x⁵5 - 2. What about this polynomial also have 5 zeros? Okay, what about the zeros? അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ നോക്കൂ, x⁵n - 1 = 0 എന്ന് പറയുമ്പോൾ nth റൂട്ട്സ് ഓഫ് യൂണിറ്റി കിട്ടും. ഇനിയിപ്പോൾ x⁵n - 1 പകരം സം a ബിലോങ്സ് ടു, നിങ്ങൾ ഏത് ഫീൽഡ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോളിനോമിയൽ f of x അല്ലേ? f of x ഏതിലെ പോളിനോമിയലാണ് ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫീൽഡ്. അപ്പോൾ a ബിലോങ്സ് ടു f. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള പോളിനോമിയൽ ഇക്വേഷൻസിൻ്റെ സീറോസ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള പോളിനോമിയൽ, ഇപ്പോൾ x⁵5 - 3 = 0, ഈ പോളിനോമിയലിൻ്റെ 5 സീറോസ് കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫിഫ്ത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി നോക്കുക. ഫിഫ്ത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാലോ അല്ലേ? ഫിഫ്ത്ത് റൂട്ട്സ്. അപ്പോൾ ഫിഫ്ത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റികളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഫോം ചെയ്യും. അതിൻ്റെ ഒരു ജനറേറ്റർ സീറ്റ ആണെന്നൊക്കെ നമുക്കറിയാം. സീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? cos 2π/5. കെക്ക് 1 കൊടുക്കുക, I sin 2π/5. അപ്പോൾ 1 സീറ്റ ഇത് ജനറേറ്റർ ആയതുകൊണ്ട് അല്ലേ, ഇതാണ് ഫിഫ്ത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റികൾ ആണല്ലോ. ഇത് ആരൊക്കെയാണെന്നുള്ള കണ്ടെത്തണം ഇവിടെ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫിഫ്ത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റുകൾ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x⁵5 - 3 = 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫിഫ്ത്ത് റൂട്ട്സ് ഈ രീതിയിൽ വരുന്ന പോളിനോമിയൽ സോൾവ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം ഫിഫ്ത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റുകൾ എഴുതി. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സീറോ, ഈ പോളിനോമിയലിൻ്റെ ഒരു സീറോ കണ്ടെത്താൻ പറ്റില്ലേ? ഇതെന്താ വരുന്നത്? ആക്ച്വലി x⁵5 = 3 എന്നല്ലേ വരുന്നത്. അതായത് x = 3/5 അല്ലേ? അപ്പോൾ ഒരു സീറോ 3/1/5 ആണല്ലോ. ആ സീറോ വെച്ചിട്ട് ഈ 5 ആളുകളെയും, അതായത് 3/1/5, സീറ്റ 3/1/5, σ² 3/1/5, അപ്പോൾ അതിൻ്റെ 5 റൂട്ടും നമുക്ക് കിട്ടും.
അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള പോളിനോമിയലുകൾ സൊല്യൂഷൻ കണ്ടെത്തുക. കിട്ടിയോ? അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇവിടെ x⁵5-1 പകരം x⁵5-2, x⁵5-3 ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് സോൾവബിൾ, അങ്ങനെയുള്ള പോളിനോമിയൽ സോൾവബിൾ ബൈ റാഡിക്കൽസ് ആണോ? ഓവർ ക്യൂ ആണ് ഞാനിപ്പോൾ എല്ലാ കേസും പറയുന്നത് കേട്ടോ. x⁵5-3 ഓവർ ക്യൂ സോൾവബിൾ ബൈ റാഡിക്കൽസ് ഓവർ ക്യൂ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആരാന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ക്യൂ ഓഫ് ആരെയൊക്കെ കണ്ടെയ്ൻ ചെയ്യണം? സീറ്റ് കണ്ടെയ്ൻ ചെയ്യണം. പിന്നെ ആരെ വേണം? 3 അല്ലേ? ഇത് സോൾവബിൾ ബൈ ദിസ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ ബൈ റാഡിക്കൽസ് അല്ലേ? ആണോ? ഇവിടെ രണ്ടാളുകളുണ്ട് അല്ലേ? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? സച്ച് ദാറ്റ് θ⁻n1 belongs to Q and 3⁵1/5 belongs to Q കണ്ടെത്താൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതെന്താ? ദിസ് ഇസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് Q ബൈ റാഡിക്കൽസ്. സോ this polynomial is solvable by radicals over Q.